കൃഷിക്ക് ഏറെ പ്രാധാന്യമുള്ള കോതമംഗലത്തെ കൃഷി വകുപ്പിൻ്റെ ഒരു ഓണം വിപണന സ്റ്റാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കൂടിയ വിലയ്ക്ക് കർഷകരിൽ നിന്നും ഇടനിലക്കാരെ ഒഴിവാക്കി ഉൽപ്പന്നങ്ങൾ വാങ്ങുക, ആ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ കുറഞ്ഞ വിലയിൽ തന്നെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന വ്യാപകമായിട്ട് അതത് കൃഷിഭവനുകളുടെ കീഴിൽ കൃഷി വകുപ്പ് ഇത്തരം സ്റ്റാളുകൾ ആരംഭിച്ചിട്ടുള്ളത്. കോതമംഗലത്തെ ഈ സ്റ്റാളിൽ ലോക്കൽ പർച്ചേസ് വഴി ഇവിടുത്തെ കൃഷിക്കാരിൽ നിന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ ഇവിടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് നല്ല നാടൻ ഉൽപ്പന്നങ്ങൾ കിട്ടിയെന്ന കാരണം കൊണ്ട് വലിയ തോതിൽ അത് വന്ന അപ്പോൾ തന്നെ വിറ്റ് ചിലവായി പോയി എന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ സ്റ്റാൾ ആരംഭിച്ച 22-ാം തീയതി തൊട്ട് കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വളരെ സജീവമായിട്ട് ഈ സ്റ്റാളിലുണ്ട്. കൃഷി ഓഫീസറുണ്ട്, കൃഷി അസിസ്റ്റൻ്റ് ഓഫീസറുണ്ട്. അതോടൊപ്പം ഇന്ന് അവധി ദിവസമായിട്ട് പോലും കൃഷി ഓഫീസിലെ മുഴുവൻ ജീവനക്കാരിവിടെ എത്തിയിട്ടുണ്ട്. മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ADA പ്രത്യേകം ഈ സ്ഥലത്ത് വന്ന് നോക്കി പോകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വിപണി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ കൃഷിഭവനുകളും കേന്ദ്രീകരിച്ച് ഓണച്ചന്തകൾ നടത്താറുണ്ട്. ഈ വർഷവും നമ്മൾ ഓഗസ്റ്റ് 22 മുതൽ 25 വരെയാണ് ഓണച്ചന്തകൾ സംഘടിപ്പിച്ചത്. ഓണച്ചന്തകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 30% വിപണി വിലയേക്കാൾ കുറഞ്ഞ തുകയിലാണ് നമ്മൾ ഗുണഭോക്താക്കൾക്ക് പച്ചക്കറികൾ കൊടുക്കുന്നത്. അതുപോലെ 10% അധിക വിലയിലാണ് നമ്മൾ കൃഷിക്കാരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നത്. ഇവിടെ കോതമംഗലം ബ്ലോക്കിലെ വിപണികളിൽ ഹോർട്ടികോർപ്പിൽ നിന്നും തദ്ദേശീയമായി കർഷകരിൽ നിന്നുമാണ് ഉൽപ്പന്നങ്ങൾ സംഭരിച്ചത്. പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് നമ്മൾ സംഭരിച്ചു. ഈ വർഷത്തെ വിപണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ചാണ് നമ്മുടെ വിപണന സംവിധാനങ്ങൾ മുമ്പോട്ട് നീങ്ങിയത്. കതിർ ആപ്പ് വഴി ആണ് വിപണനങ്ങളെല്ലാം നടത്തിയത്. അതുപോലെ തന്നെ ഗൂഗിൾ പേ ആയിട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഉൽപ്പന്നങ്ങൾ തന്ന കർഷകർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തിക്കഴിഞ്ഞു. കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇക്കുറി അവരുടെ ഓഫീസിൽ നിന്നൊക്കെ വിട്ടിറങ്ങി ഫീൽഡിലെത്തി കർഷകരെ സഹായിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കൂടുതൽ സേവന സന്നദ്ധരായിട്ട് അവർ കൃഷിയിടങ്ങളിലേക്ക് പോവുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിനും വിറ്റൊഴിക്കുന്നതിനും വേണ്ടി വലിയ മാർഗദർശിത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഓഫീസ് ജീവികളായിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന കർഷകരുടെ ദീർഘകാലമായ ആവശ്യം ഇവിടെ നടപ്പായി വരുന്നതായിട്ട് കാണാം. പക്ഷേ അവർക്ക് കൂടുതൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയംമാറ്റം സർക്കാർ തലത്തിലാണ് ഉണ്ടാകുന്നത്. മികച്ച വിദ്യാഭ്യാസ യോഗ്യതകളും ശേഷിയൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ കൂടുതൽ ഇതുപോലെ കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നയംമാറ്റം കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. KCV ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ബേസിലിനൊപ്പം ജോൺസൺ തോമസ്.